ഈ പ്ലാൻ അച്ചീവ് ചെയ്യുക സക്സസ്ഫുൾ ആവുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും നമ്മളിൽ. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല, അതിനപ്പുറത്തേക്കുള്ളൊരു മാറ്റം ഉണ്ടാവും. ചില ആൾക്കാർ അതിനകത്ത് ഒരു അപകടം ഉണ്ടാവും. അത് എന്താണ് അപകടം എന്ന് പറയാം. 3 ഏരിയയിലേക്കാണ് കാര്യങ്ങൾ പോവുക ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയാൽ. ഒന്ന് ഒന്ന് റിയലൈസേഷനിലേക്ക് പോകും നമ്മൾ. കാരണം ആ റിയലൈസേഷന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അടുത്ത രണ്ടും ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. റിയലൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്ലാൻ അച്ചീവ് ചെയ്തു എന്നുള്ളത് റിയലൈസേഷനാണ് ആക്ച്വലി. അതായത് ആ പ്ലാൻ പ്രകാരം, നമ്മൾ ഉദ്ദേശിച്ച പ്രകാരം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഈ റിയലൈസേഷൻ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ, ഒന്ന് കോൺഫിഡൻസ് കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആവും. കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും ആയിട്ട് ഓവർ എക്സൈറ്റ്മെന്റിലേക്ക് പോകില്ല ചില ആൾക്കാർ. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും, എന്നെ കൊണ്ടും കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ലോകത്തെ ഒരാൾക്ക് വേണ്ടത്. ഐ ക്യാൻ ആൾസോ ഡു ഇറ്റ് എന്നുള്ള കോൺഫിഡൻസ് ആണ് ഒരാൾക്ക് വേണ്ടത്. സോ ഐ ക്യാൻ ആൾസോ ഡു ഇറ്റ്, ഐ ആം ഡൺ ഇറ്റ്, ഐ ഹാവ് ഡൺ ഇറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരാൾക്ക് ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു കാറ്റഗറി. ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവാം. അവർക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. അവർക്കുണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജസിലൊന്ന്, അവരുടെ ഡയറക്ഷനിലും ഫോക്കസിലും ഒന്നും കൂടി ക്ലാരിറ്റി കൂടും. നമ്മൾ നേരത്തെ ത്രീ സീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും അവർക്ക് കൂടും. പിന്നെ അവരുടെ റിസോഴ്സുകൾ അവർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തത് കൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള റിസോഴ്സുകളും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു വിചാരം അവരിലുണ്ടാവും. പിന്നെ മറ്റൊന്ന്, അവരെടുത്ത ഡിസിഷൻ നന്നായി എന്നുള്ളത് അവരെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കർ ആണ് ഞാൻ എന്നുള്ളതൊരു നല്ലൊരു കോൺഫിഡൻസ്. ലോകത്തെ ഒരാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും മികച്ച കോൺഫിഡൻസുകളിൽ ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം 90% ആളുകൾക്കുള്ള കൺഫ്യൂഷനും പ്രശ്നവും നിലവിലുള്ള ഇഷ്യൂകളുടെ പ്രധാനപ്പെട്ട കാരണവും, ഞാൻ എടുത്ത ഡിസിഷൻ ശരിയായില്ല, ഞാൻ ഈ ജോലിക്ക് കയറിയത് ശരിയായില്ല, ഞാൻ കയറാൻ പാടില്ലാത്ത കമ്പനിയായിരുന്നു, ഞാൻ പോകാൻ പാടില്ലാത്ത സ്ഥലമായിരുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ കഴിച്ച ആള് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ താമസിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിലൂടെ ആവേണ്ടിയിരുന്നില്ല പോയിരുന്നത് എന്നൊക്കെ ഡിസിഷന് ശേഷം പിന്നീട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിന് വേണ്ടിയിട്ട് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് വാട്ട് ഐ ഹാവ് ടേക്കൺ, ഞാൻ എടുത്ത ഡിസിഷൻ നന്നായിട്ടുണ്ട്, ഒരു പക്ഷേ അത് അടുത്തൊരു ഡിസിഷൻ എടുക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നു. അപ്പൊ രണ്ട് കാര്യമാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഫാസ്റ്റർ ആൻഡ് സ്മാർട്ടർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അയാളിൽ ഉണ്ടാവുക. പിന്നെ മോട്ടിവേഷൻ ഉണ്ടാവും. മറ്റൊന്ന് മോട്ടിവേഷൻ. കാരണം ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ലോകത്ത് ആളുകൾക്ക് ഉണ്ടാവാത്തതും അതാണല്ലോ. ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ച് തീർക്കണം എന്ന് വിചാരിച്ച് അതൊരു ടൈം വെച്ച് പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം പേജ് എന്നുള്ളതാണ് പ്ലാനിങ്. അത് പ്രകാരം 90 ദിവസം കൊണ്ട് അത്രയും പുസ്തകങ്ങൾ വായിച്ച് തീർക്കുക എന്നുള്ളതൊരു പ്ലാനിങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്ലാനിങ് സക്സസ്ഫുൾ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ആൾസോ ഡു ഇറ്റ്, ഐ എം ഡൺ ഇറ്റ്. ആ ഡൺ ഇറ്റിൻ്റെ ഒരു മോട്ടിവേഷൻ ഒരു വലിയ മോട്ടിവേഷനാണ്. അപ്പോൾ അത് ഭാവിയിലേക്കുള്ള ഈ മോട്ടിവേഷൻ്റെ എപ്പോഴും വലിയ പ്രത്യേകതകളിലൊന്നും എന്താ വെച്ചാൽ, ഈ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും ഭാവിയുടെ കൺട്രോളും നമുക്ക് കിട്ടും. കാരണം ഇവിടെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് ഫ്യൂച്ചറിന്റെ കൺട്രോൾ കിട്ടുള്ളൂ. അപ്പോൾ ക്ലാരിറ്റി, കൺട്രോൾ, കോൺഫിഡൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺട്രോൾ കയ്യിൽ കിട്ടുന്നത് ഒരു പ്ലാൻ സക്സസ്ഫുൾ ആവുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺട്രോളിന് വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. നമ്മുടെ കൺട്രോൾ ഇല്ലല്ല. നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ 4 മണിക്ക്? അത് ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും ആത്മാർത്ഥമെങ്കിലും പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കാണ്. അപ്പോൾ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി രണ്ടാമതൊരു വിഭാഗം ആളുകളുള്ളത് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പീപ്പിൾ ആണ്. അവർ സപ്പോസ് ആ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയി എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആവുന്ന സമയത്ത് അവർ വല്ലാണ്ട് അങ്ങ് സന്തോഷിച്ചളയും, വല്ലാണ്ട് എക്സൈറ്റഡ് ആവും, വല്ലാണ്ട് എക്സൈറ്റഡ്, ഓവർ എക്സൈറ്റ്മെന്റ് എന്നാ പറയുക. ഈ ഓവർ എക്സൈറ്റഡ് ആവുന്ന വേഗം കൂടി ഏത് വാഹനവും ഇടിച്ചു നിൽക്കും.
അപ്പോൾ ആ ഓവർ എക്സൈറ്റ്മെന്റ് ഒരു കാരണവശാലും നമ്മളിപ്പോൾ പ്ലാനിങ് സക്സസ്ഫുൾ ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാം, ജോയ്ഫുൾ ആവാം, നമുക്ക് എൻജോയ് ചെയ്യാം, എന്തോസിയാസം ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഓവർ ആവരുത്. ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫർദർ പോകാനുള്ള എല്ലാ എനർജിയും അതിൽ നിന്ന് തന്നെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കൺട്രോൾഡ് എമോഷനോട് കൂടിയിട്ട് മാത്രമാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സെലിബ്രേഷനും നടത്തിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. അത് അപ്പോൾ അവിടെ ഈ തരത്തിലുള്ള ഓവർ എക്സൈറ്റ്മെൻറ്റ് വരാതെ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ വിഭാഗമാണ്. മെച്യൂർഡ് ആയിട്ട് അടുത്ത പ്ലാനിലേക്ക് അവർ കിടക്കും. അവർ അടുത്തൊരു രണ്ടാഴ്ച ഇരുന്നൊരു പുതിയ പ്ലാൻ സെറ്റ് ചെയ്ത് അടുത്തൊരു 3 മാസത്തേക്ക്, ഒരു വർഷത്തേക്കുള്ള പ്ലാൻ സെറ്റ് ചെയ്ത് അവർ മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് ഒരു സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി ഉണ്ട്. വൺസ് ഒരു പ്ലാൻ ഇതുപോലെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒരു ഗമണ്ട് വരും. ഗമണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈഡ്നെസ്, ഒരു അഹങ്കാരം അവർക്ക് വരും. ഏത് തരത്തിലുള്ള അഹങ്കാരം? ഓ, ഞാനൊരു സംഭവമാണെന്നുള്ളൊരു അഹങ്കാരം വരും. ഞാനൊരു സംഭവമാണെന്നുള്ളൊരു അഹങ്കാരം, അതൊരു വലിയൊരു സംഭവമാണ്. ആരോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 1700 ദിവസമായാലും അസ്കർക്ക, ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. ഞാനത് ഇടത്തെ ചെവി കൂടെ കേട്ട് വലത്തെ ചെവി കൂടെ അങ്ങോട്ട് വിട്ടു എന്നല്ലാതെ ആ സംഭവം തലക്കാലത്ത് അങ്ങോട്ട് കയറ്റില്ല. കാരണം അത് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം ഉണ്ടാവുന്ന അപകടം എന്താണെന്ന് അറിയോ? അത് ഒരു അഹങ്കാരം നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അഹങ്കരിക്കാനുള്ള സ്കോപ്പൊന്നും അതിനകത്തില്ല. അപ്പം ഒന്നിലും അഹങ്കരിക്കേണ്ട ഒരു സ്കോപ്പ് ഇല്ല ആക്ച്വലി. അഹങ്കാരം നമ്മളുടെ അടുത്ത ഒരു ഗ്രോത്തിനെയാണ് തടയുക. അപ്പോൾ അടുത്ത ഒരു ഗ്രോത്തിന് തടയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി നമുക്ക് അഹങ്കാരം വരാൻ നോക്കണം. ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ആളുകൾ നമ്മളൊക്കെ പലരും പലതിനെയും അപ്രീഷിയേറ്റ് ചെയ്യും. അപ്രീഷിയേറ്റ് ചെയ്യുന്നവരോട് താങ്ക് യു പറയുക. അപ്പം നിങ്ങൾ പല സംഗമങ്ങളിലും പല 1600 ദിവസം നമ്മൾ പ്രോഗ്രാം ചെയ്തു. 1700 ദിവസം നമ്മൾ പ്രോഗ്രാം ചെയ്തില്ല, നോമ്പൊക്കെ ആയതുകൊണ്ട് ആളുകൾ എല്ലാവരും തിരക്കാവെന്ന് വിചാരിച്ച് നമ്മളത് ഒഴിവാക്കിയത്. നമുക്ക് 1750 മറ്റൊരു പ്രോഗ്രാം ചെയ്യാം. ബട്ട് ഞാൻ പറയുന്നത് അതിലൊക്കെ നിങ്ങൾ എല്ലാവരും കയറി വല്ലാണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണാം. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊന്നും തെറ്റല്ല, കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഞാനതിനെ നന്ദിപൂർവ്വം സ്വീകരിക്കുകയും അതിന് നന്ദി പറയാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് അത് ഞാൻ എടുക്കാൻ പോയാൽ അത് വലിയൊരു ചാലഞ്ചിങ് ആയി മാറും. അപ്പം അതുകൊണ്ട് പല പ്ലാനുകളും എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും അപകടമാണ്. ഓവറായിട്ട് വന്നാൽ, എക്സൈറ്റഡ് ആയിട്ട് വന്നാൽ, ഓവർ എക്സൈറ്റഡ് ആയാലും അപകടമാണ്. അപ്പം മെച്യൂർഡ് ആയിട്ട് അതിനെങ്ങനെ കണ്ട് അടുത്തൊരു പ്ലാനിലേക്ക് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പം ഈ 3 വിഭാഗത്തിൽ നമ്മൾ ഏതൊരു പ്ലാനും എക്സിക്യൂട്ട് ചെയ്യുമ്പം, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു, ആ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടന്നു എന്നിങ്ങനെ പണ്ടൊക്കെ ആളുകളോടൊക്കെ പറയുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇതൊക്കെ ലൈഫ് ലേണിംഗ് ലെസൺസ് ആണ്. അതൊക്കെ വലിയ അഹങ്കാരം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പിന്നീട് ഒരു ഫർദർ ഒരു പ്ലാൻ പ്രൊജക്റ്റും ചെയ്യാൻ പറ്റാത്തത്ര നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള എനർജി ആളുകൾ പറഞ്ഞു തീർത്തളയും. പിന്നെ ഉള്ളിൽ എനർജി ഉണ്ടാവില്ല. ഈ എനർജി എമിറ്റ് ചെയ്യലല്ല പ്രധാനം, എനർജി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പ്രധാനം. എനിവേ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുക, ഏതിലേക്കാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് ആ വിഭാഗത്തിലേക്ക് നമ്മളെ തന്നെ മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുക. അവിടുന്ന് മികച്ചൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Wishing you all the very best. Have a great day and God bless. Thank you so much and love you all.